പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ ഈശോ. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്ന സംരംഭങ്ങൾ ഒരു സ്ഥലത്ത് എത്തി ഇന്ന കാര്യം കൂടി നടന്നാൽ അത് ശരിയാകും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അത് നടക്കുന്നതിന് വേണ്ടി ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് മാതാവിൻ്റെ മധ്യസ്ഥനെ ഏൽപ്പിക്കുന്നു. എൻ്റെ കർത്താവേ, കേസിലും കോടതിയിലും പെട്ടിരിക്കുന്നവരെ, എൻ്റെ കർത്താവേ, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ,
അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അർപ്പിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്രവാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാൺകെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. നിന്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിശ്വര എന്നേക്കും ആമേൻ. 2 Thessalonians 1:3. നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസ വളർച്ച ഉണ്ടായ കാര്യം പറയണേ. അപ്പൊ അവര് സഹോദര സ്നേഹം വർദ്ധിച്ചവരല്ലേ. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ സഹോദര സ്നേഹം വർദ്ധിച്ചെന്നല്ല പറയണത്. പത്രോസ് ഇന്നലെ പറഞ്ഞില്ലേ, വിശ്വാസത്തെ സുഹൃതം കൊണ്ട് സുഹൃതത്തെ, ജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ, ആത്മസമയം കൊണ്ട് ആത്മസമയത്തെ, ക്ഷമ കൊണ്ട് ക്ഷമയെ, നന്മ കൊണ്ടും ക്ഷമയെ, സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പരിപൂർണമാക്കാൻ പറയുന്ന കൂട്ടത്തിലുള്ള സഹോദര സ്നേഹം ഉപവിക്ക് മുമ്പുള്ളതാണ്. അതാണ് ഈ പൗലോസ് പറയണത്. വിശ്വാസം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ പറയും, വിശ്വാസം സമൃദ്ധമായി വളർന്നുകൊണ്ട് പരസ്പര സ്നേഹം അപ്പോൾ അവർക്ക് പരസ്പര സ്നേഹം വർദ്ധിച്ചു. അതിന് പൗലോസ് അപ്പോസ്തലൻ സ്നേഹം വർദ്ധിച്ചു എന്നല്ല പറയണത്, വിശ്വാസം വർദ്ധിച്ചെന്നാണ് പറയണത്. അപ്പോൾ വിശ്വാസവർദ്ധനവ് എന്ന് പറയണത് എൻ്റെ സംസ്കരിക്കപ്പെട്ട സമൃദ്ധമായ രൂപങ്ങളിലൊന്നാണ് പരസ്പര സ്നേഹം എന്ന് പറയുന്നത്. പലരും പരസ്പര സ്നേഹം ഉണ്ടായിട്ട് അവസാനം തല്ലിയാണ് പിരിയണത്. ഒരു കാലത്ത് നഖവും മാംസം പോലെ ഒരേ പാത്രത്തിൽ ഊണ് കഴിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കോടതിയിൽ പോയി നിരങ്ങണ കണ്ടിട്ടില്ലേ. അതായത് എന്ത് സ്നേഹമായാലും ഈ മനുഷ്യന്മാർക്കൊക്കെ ഭയങ്കര അപൂർണതയാണ്. കാര്യം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അസസ് ചെയ്യും. ഞാൻ ആശുപത്രിയിൽ പോയി നിന്നായിരുന്നില്ല, പക്ഷേ ഞാൻ രോഗിയായിരുന്നപ്പോൾ അവർ വന്ന് തിരിഞ്ഞ് നോക്കിയില്ലല്ല, അവരൊന്ന് കൂട്ടുകാരോട് പിക്കിങ്ങിന് പോയില്ലേ, പിന്നെ പോയപ്പോഴായിട്ട് നമ്മൾ എന്ത് നോക്കാനാണെന്നൊക്കെ പറഞ്ഞ് എപ്പോഴായാലും ഓരോരുത്തർക്കും ഓരോരോ സാഹചര്യമാണ്. എല്ലാം മനഃപൂർവ്വം ചെയ്യണമായിരിക്കത്തില്ല. അപ്പം എന്താ ചെയ്തപ്പോൾ അങ്ങനെ പോയതാണ്. പിന്നെ അതിൻ്റെ പേരിൽ നമ്മൾ ഗുണവും ദോഷവും പറയാൻ പോയാൽ ആരെയും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിലാണ് നമ്മൾ അതൊക്കെ എടുക്കുന്നത്. കാര്യം എന്താണ്? അപ്പം റിട്ടേൺസ് നമ്മൾ അധികം പ്രതീക്ഷിക്കത്തില്ല. പരസ്പര സ്നേഹമുണ്ട്, പക്ഷേ തിരിച്ച് നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കാത്തപ്പോഴാണ് ബൈബിൾ അതിനെ സ്നേഹമെന്ന് വിളിക്കുന്നത്. അല്ലാത്തൊക്കെ ചുമ്മാ നീക്കിപ്പോക്കും അഡ്ജസ്റ്റ്മെൻറ്റും അല്ലേ. എൻ്റെ മനസ്സിൽ കർത്താവ് നേരത്തെ ഒരു സൂചന തരുമായിരുന്നു, സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന്. എന്തോ ദൈവം ഇതിൻ്റെ അഡീഷണൽ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് എനിക്കൊരു ധാരണ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്ടോബർ മാസം അമ്മയുടെ മാസമായപ്പോഴാണ് അത് വെളിവായത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അനുദിന അനുഗ്രഹ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ നിങ്ങൾ? അനുദിന അനുഗ്രഹം എല്ലാ ദിവസവും 5:30 അച്ഛൻ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും 5:30 എന്നിട്ട് മെസ്സേജ് പറയും. എല്ലാ വിഷയവും പ്രാർത്ഥിക്കും. നിങ്ങൾ ഉടമ്പടി എടുത്ത വിഷയങ്ങൾ, ഇവിടെ എടുക്കാത്തവരാണെങ്കിൽ എടുക്കാൻ പോകുന്ന വിഷയങ്ങൾ, ലൈറ്റാക്കാൻ റിക്വസ്റ്റ് ഇട്ടിരിക്കുന്ന വിഷയങ്ങൾ, ഓൺലൈൻ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഇനി കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്ത് പ്രാർത്ഥിക്കണമെന്ന് മനസ്സിൽ വിചാരിക്കുന്നവരുടെ വിഷയങ്ങൾ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും അനുദിനം പ്രതിദിനം നമ്മൾ 5:30 ഒരുമിച്ച് കൂടും. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയേക്കണം. എല്ലാ ദിവസവും അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കാര്യം 10 മിനിറ്റ് ആ സന്ദേശമുള്ളത്. 10 മിനിറ്റ് കൊണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന തീരും. 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അന്നത്തെ ദിവസം ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ കോടതി പോണ ദിവസമാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ PR-ൻ്റെ ദിവസമാണ്, ഇൻ്റർവ്യൂ ദിവസമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് വസ്തു അളക്കണ ദിവസമാണ്, അല്ലെങ്കിൽ ജപ്തിക്ക് അവർ പറഞ്ഞിരിക്കുന്ന ദിവസമാണ്, പേടിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ പരീക്ഷ ദിവസമാകും, അല്ലെങ്കിൽ റിസൾട്ട് വരണ ദിവസമാകും. അപ്പോൾ അതാത് ദിവസം പ്രയാസം അനുഭവിക്കുന്നവരുടെ ഭാരങ്ങളെ വെളുപ്പിനെ തന്നെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നത് പ്രാർത്ഥനയാണ് അനുദിന എന്ന് പറഞ്ഞ് അനുദിന അനുഗ്രഹ പ്രാർത്ഥന. 5:30 മണിക്ക് എഴുന്നേക്കണം. 5:30 മണിക്ക് തന്നെ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അതിനകത്തൊരു ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാവും. എൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ഒരു ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇപ്പം നിലവിലുള്ള പ്രാർത്ഥനയൊക്കെ ചെല്ലാവുന്നതാണ്. ഈ ഷോർട്ട് പ്രത്യക്ഷ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അമ്മ അന്ന് 2014 അമ്മ ആദ്യം തന്നെ പ്രത്യക്ഷ പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പാരഗ്രാഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളത്. ആ ഒറ്റ പ്രാർത്ഥന ചൊല്ലിയാണ് ഇന്ന് ലോകം കാണുന്ന രീതിയിൽ കൃപാസനത്തിലൂടെ 10,000-കണക്കിന് മനുഷ്യർ ദൈവത്തിനെ അറിഞ്ഞത്.
അപ്പോൾ ആ പ്രാർത്ഥന വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇപ്പം നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന റദ്ദ് ചെയ്യുന്നില്ല. അതും ഇതുപോലെ അഭിഷേകപ്രകാരം കിട്ടിയ പ്രാർത്ഥനയാണ്, അല്ല ബുദ്ധി കൊണ്ട് ആലോചിച്ചെഴുതിയ പ്രാർത്ഥനയൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഒരു പ്രാർത്ഥന റദ്ദ് ചെയ്യുന്നില്ല, നിങ്ങളുടെ സമയം അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുക. അച്ഛൻ്റെ 5:30ക്കുള്ള പ്രാർത്ഥനയ്ക്ക് 10 മിനിറ്റ് അതിൻ്റെ ടൈം, അതിനുള്ളിൽ അതിന് ഒരു പ്രത്യക്ഷ പ്രാർത്ഥന ഉണ്ടാകും. അന്നത്തെ നിങ്ങളുടെ നിയോഗം അന്നു വേണ്ട ആഹാരം പോലെ സമർപ്പിക്കാനുള്ള മൗന പ്രാർത്ഥന സമയമുണ്ടാകും. അതുപോലെ തന്നെ അതിനുശേഷം കളക്റ്റീവ് പ്രെയർ ഉണ്ടാകും. ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളും, ലോകത്തിൽ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരുടെയും വിഷയങ്ങൾ, എടുക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം അന്നത്തെ വിഷയങ്ങളെ ദൈവദിവസത്തിന് സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും, ദൈവിക ശാസന പ്രാർത്ഥന ഉണ്ടാകും. അതിനുശേഷം അന്നത്തെ മെസ്സേജ് പറയും. അന്നത്തെ മെസ്സേജ് ഒരു വചനമായിരിക്കും പറയണത്, അതും അതിൻ്റെ ലൈഫ് ആപ്ലിക്കേഷൻസും പറയും. അപ്പോൾ നിങ്ങൾക്ക് വചനം പഠിക്കുകയും ചെയ്യാം, വചനത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വചനം മനസ്സിലാക്കാം, ദൈവത്തിൻ്റെ കൃപയിൽ വളരാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും 5:30 മണിക്ക് അലേർട്ടായിരിക്കണം. 5:30 മണിക്ക് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 20-ാം വർഷം. ഇത് കഴിഞ്ഞാൽ ഉടനെ 25-ാം വർഷത്തേക്ക് നമ്മൾ പുതിയ പദ്ധതി തുടങ്ങും. 5 വർഷത്തേക്കുള്ള പ്രത്യക്ഷീകരണ നടപടികളുണ്ടാവും. ഇത് ദൈവത്തിൻ്റെ കാര്യമായത് കാരണം ദൈവം ശരിക്കും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ബന്ധവും ദൈവമായിട്ടില്ലാത്തവർ പോലും ഉടമ്പടിയിലൂടെ വലിയ വർഷങ്ങളോളം ദൈവമായിട്ട് ബന്ധമുള്ള ആൾക്കാരുടെ അത്രയും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. ദൈവം ഇതിനോട് സഹകരിക്കുന്നതാണ്. കർത്താവ് ഇതിനോട് സഹകരിക്കുകയും പണ്ട് മുതലെയുള്ള ഒരു ദൈവത്തിൻ്റെ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പാരമ്പര്യ നടപടിയാണ്. കർത്താവ് അവരോട് സഹകരിക്കുകയും ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 16:20. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതായത് ദൈവം എൻ്റെ ഒരു ഡേ ടു ഡേ ആയിട്ടുള്ള ഒരു കൺകറൻസ് ആണ്. ചെയ്തിരുന്നു എന്നാണ്, അത് ചെയ്യുക പതിവായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നടക്കണതല്ല. വചനം എപ്പോഴും വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ 16-20 സംഭവിക്കും. എന്താണ്? കർത്താവ് അവരോട് സഹകരിക്കുകയും കർത്താവ് അവരോട് സഹകരിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പൊ വചനത്തിന് ആവശ്യമായത് എന്താണ്? ഇപ്പോൾ ഒരു കുരുമുളക് ചെടിയെ അതിനെന്താണ് ആവശ്യമായത്? ചെറിയ ആൾക്കാർ പറയത്തില്ലേ, മരമറിയാതെ കൊടിയിട്ടെന്ന് പറയും അല്ലേ? ആ മുള്ളു മുരിക്കുക വല്ലതൊക്കെയാണ് ഈ കുരുമുളക് കൊടി കയറ്റണത്. അതുപോലെ തന്നെ അത് വേറെ മരത്തെ കയറ്റിയാൽ ചിലപ്പോൾ അത്രയും കായ്ക്കത്തില്ല. അതുകൊണ്ടാണ് മരമറിയാതെ കൊടിയിടും. അപ്പോൾ കൊടി ഇടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു മരം വേണം. വചനത്തിന് എന്താ വേണ്ടത്? വചനത്തിന് വേണ്ടത് എന്താണ്? സ്ഥിരീകരണമാണ് വേണ്ടത്. അല്ലെങ്കിൽ വചനം സാധാരണ മനുഷ്യൻ്റെ വചനവും ദൈവവചനവും തമ്മിലുള്ള ഒരു കാതലായ വ്യത്യാസം എന്താണ്? ദൈവവചനത്തിന് അടയാളങ്ങളുടെ സ്ഥിരീകരണം അവകാശമാണ്, അതിൻ്റെ കൂടെ ഉള്ളതാണ്. നമ്മൾക്ക് ആരാണ്? ഓരോ ദൈവവചനത്തിനും അടയാളങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടാവും. അത് പ്രോമിസിങ്ങിലുള്ള ഭാഗമാണ്. നമ്മൾ ഉടമ്പടി ടാപ്പ് ചെയ്യുന്നത് ദൈവവചനത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ദൈവം അതിന് കൽപ്പിച്ച് നൽകിയിട്ടുള്ള അടയാളങ്ങളുടെ സ്ഥിരീകരണം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രായോഗിക സംവിധാനങ്ങളാണ് ഉടമ്പടിയിലൂടെ നമ്മൾ റിയലൈസ് ചെയ്യണ കാര്യങ്ങൾ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അടയാളങ്ങളിലൂടെ അങ്ങ് ചെയ്ത ഓരോ വചനങ്ങളും നിറവേറ്റാൻ ആവശ്യമായ ഉടമ്പടിയുടെ ഉദ്ഗ്രഥനത്താൽ ഞങ്ങളെ ഉത്സാഹഭരിതരാക്കണമേ. എപ്പോഴും സംഭവിക്കണ ആരാണ്? കർത്താവ് നമ്മോട് കൂടെ സഹകരിക്കണം. അതാണ് എൻ്റെ നടപടിക്രമം. വചനത്തിന് അടയാളം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സഹകരിച്ചാൽ മാത്രം പോരാ. നമ്മൾ സഹകരിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും കാശ് മുടക്കി ഇവിടെ വന്നിരിക്കണേ അല്ലേ? അപ്പം കർത്താവ് നമ്മളോട് സഹകരിക്കണം. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? അവൻ പറയണത് പോലെ ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം അതിൻ്റെ ഒരു ഫോർമുല അങ്ങനെ കിടക്കണത്. അതായത് 16-20 ആദിമസഭയുടെ ചൈതന്യം എന്താ? കർത്താവ് പറഞ്ഞ് അവരോട് കൂടെ സഹകരിക്കുകയും അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പം വചനം സ്ഥിരീകരിക്കുന്നതിന് എന്താണ് വേണ്ടത്? അടയാളം വേണം അല്ലേ? അപ്പം അടയാളം ആണ് വചന സ്ഥിരീകരണത്തിൽ ഉപയോഗിക്കണമെങ്കിൽ വരണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അതിനെന്താ വേണ്ടത്? കർത്താവ് നമ്മോട് കൂടെ സഹകരിക്കണം. ഈ കർത്താവ് സഹകരിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യണത്?
അവൻ പറയണത് പോലെ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ചെയ്യുന്നതാണ് വിഷയം, ചെല്ലുന്നതല്ല വിഷയം. അവൻ പറയണ പോലെ ചെയ്യും. ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൻ പറയണ പോലെ എന്ത് വേണമെങ്കിലും നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. രോഗികളെ കാണാം, നമ്മുടെ ദാനങ്ങൾ നമുക്ക് സാമ്പത്തികമായി ഉള്ളവർ അത് ദാനം ചെയ്യാം. അതൊക്കെ നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ദൈവത്തിൻ്റെ പേരിലല്ലെങ്കിലും നമ്മൾ ഒത്തിരി ഇതൊക്കെ ചെയ്യണതാണ്. നമ്മുടെ പേരിലൊക്കെ ചെയ്യും അല്ലേ? വേറെ നമ്മൾക്ക് ചില സഹായങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണതാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു സ്പിരിറ്റിൽ ഇത് വർക്ക് ചെയ്തില്ല. അതാണ് ഒരു കുഴപ്പം. ഇപ്പോൾ വെള്ളം തിളക്കണമെങ്കിൽ എത്ര ഡിഗ്രി വേണം? 100 ഡിഗ്രി അല്ലേ? അപ്പോൾ വെള്ളി തിളക്കണമെങ്കിൽ ഒരു 300 മറ്റേ വേണം. മണ്ണ് തിളക്കണമെങ്കിൽ ഗ്ലാസ് ആകണമെങ്കിൽ 800 വേണം ഇല്ലേ? ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതാണ് വ്യത്യാസം. വചനം തിളക്കണമെങ്കിൽ അതിൻ്റെ ഒരു കുതനാങ്കമുണ്ട്. അതെന്താണ്? അത് നിങ്ങളുടെ മാനുഷികമായ സ്നേഹത്തെ തിളക്കത്തില്ല. പിന്നെന്ത് ചെയ്യണം? കർത്താവിനോടുള്ള സ്നേഹത്തിലായിരിക്കും തിളക്കത്തുള്ള സാധനം. ചെയ്യണമൊക്കെ അവൻ പറയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സാങ്കേതികമായി ചെയ്യണതിനൊരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഉടമ്പടി തിളക്കാത്തതിൻ്റെ കാരണം ഇതാണ്. എന്താണ്? അവരൊക്കെ ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയത്തില്ല, അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ദേ ആർ ഡൂയിങ് ഇറ്റ് വിത്ത് ഹ്യൂമൻ സ്പിരിറ്റിലാണ് ചെയ്യണം, ഹ്യൂമൻ ലവ്. അല്ലെങ്കിൽ അവർ പറയും, ഇതിങ്ങനെ ചെയ്താൽ ഈ 10 കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റിയേക്കും. അല്ല, അപ്പോൾ അവർക്ക് ആരോടാ സ്നേഹം? ദൈവത്തോടല്ല, പരീക്ഷയ്ക്ക് ജയിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ വസ്തു വിഷയം കേന്ദ്രീകരിച്ചുകൊണ്ട് അവൻ പറയുന്ന പോലെ ചെയ്താൽ ആ ടെമ്പറേച്ചറിൽ ഇത് തിളക്കത്തില്ല. ഇത് ഡിവൈഡ് ഓഫ് എനി ഫാക്ട്. ഇനി നമ്മൾക്ക് ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവേ, നിൻ്റെ സ്നേഹത്തെ ഇത് തിളക്കുന്നതിൻ്റെ ചൂടെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, കർത്താവേ, എൻ്റെ വസ്തു വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിൻ്റെ നാമം പൂജിതമാകണം. കേട്ടാ, കാര്യങ്ങൾ പോകണ്ട. ഇത് വ്യത്യാസം ഇതാണ്. എൻ്റെ വസ്തു വിറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ജപ്തിയായിട്ട് പുറത്തിറങ്ങാനാണ് നിന്റെ തിരുമനസ്സെങ്കിൽ ഞാൻ ഇറങ്ങും. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളെ തന്ന നീയാണെങ്കിൽ എന്നെയും കുഞ്ഞുങ്ങളെ പാർപ്പിക്കാൻ അറിയാം, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പെർട്ടിക്കുലർ കേസ് വെച്ച് ഞാൻ നിന്നെ അളക്കത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ അളക്കണത് ഒരു പ്രശ്നമാണ്. ഈ അളവുകാർ ഒത്തിരി പേരുണ്ട്. ഈ തഹസിൽദാരന്മാരും വില്ലേജ് ഓഫീസർമാരും റവന്യൂ ഓഫീസറും മാത്രമല്ല, മൊത്തം ആൾക്കാരും അളവുകാരാണ്. എന്താ കാര്യം? അതുകൊണ്ട് കർത്താവ് പറയും, നിങ്ങൾ അളക്കുമെന്നില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം വെച്ച് നിങ്ങൾ അളക്കും. ചിലർ ഉടമ്പ് എടുക്കാൻ വരുമ്പോഴും ചില ആൾക്കാർ എന്തെങ്കിലും ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാനിങ്ങനെ ഉടുത്ത് കെട്ടി ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ദൈവം ആദ്യം ഒരു അടയാളം കാണിച്ചിട്ട് നമ്മൾ അതനുസരിച്ചിട്ട്, അടയാളമാണല്ല സ്ഥിരീകരണം ഞാൻ പറഞ്ഞത്. അപ്പോൾ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ഒരു അടയാളം കാണിക്കട്ടെ, ആദ്യം എൻ്റെ കൊച്ചിൻ്റെ പനി മാറട്ടെ, അല്ലെങ്കിൽ ആദ്യം നിങ്ങളുടെ ലോണൊന്ന് പാസ്സാകട്ടെ, ആദ്യം എൻ്റെ രോഗമൊന്ന് ശമനം വരട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടിയിൽ പൂർണ്ണമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയണില്ലേ? നിങ്ങൾ ഒരു കാലത്തും ഉടമ്പടി പുരോഗമിക്കത്തില്ല. എന്താ കാര്യം? നിങ്ങളെ ദൈവം അളന്നു കഴിഞ്ഞു. കാര്യം എന്താണ്? ഇങ്ങനെയുള്ള അളവുകാരുണ്ടാകുമെന്ന് കർത്താവിന് നേരത്തെ അറിയാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. നിങ്ങൾ അളക്കുന്ന അളവ് കോൽ കൊണ്ട് തന്നെ ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്കാ 6:38. ലൂക്കാ 6:38. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ, പറഞ്ഞേ, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾക്കും അളന്നു കിട്ടും. കർത്താവേ, നീ അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. നീ കാണിക്കുന്ന അടയാളത്തിൽ എനിക്ക് കിട്ടുന്ന ആശ്വാസത്തേക്കാൾ ഉപരി എൻ്റെ ലക്ഷ്യം നീയാണ്. പറഞ്ഞേ, എൻ്റെ കർത്താവേ, നീ അടയാളം കാണിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ലക്ഷ്യം നിന്നെ മഹത്വപ്പെടുത്തുകയാണ്. ഏത് കാലാവസ്ഥയിലും ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. അതിനുള്ള കഴിവും അരൂപിയും കർത്താവേ എനിക്ക് നൽകണമേ. കർത്താവേ എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട സാക്ഷ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലതല്ല, എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്. പക്ഷെ കണ്ടൻറ്റ് വൈസ് റിച്ചായിട്ടുള്ളത് സ്നേഹ ഷൈജൻ മുളന്തുരുത്തിലുള്ള അവിടെ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അവിടെ ലൈഫ് മൊത്തം ഇങ്ങനെ സാധാരണ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള ദുരന്തപൂരിതമാണ് അവിടെ ലൈഫ് മൊത്തം. അവർ കുറഞ്ഞ കാലം കൊണ്ട്, ഇപ്പോൾ നമുക്കും ദുരന്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും, പക്ഷേ ഒന്ന് കഴിഞ്ഞ് ഒരു 20 കൊല്ലം കഴിഞ്ഞായിരിക്കും അടുത്ത ദുരന്തം സംഭവിക്കുന്നത്. പിന്നെ 10-30 കൊല്ലം കഴിഞ്ഞാൽ അടുത്തത്. കാല താമസമുള്ളത് കാരണം നമുക്ക് അതിനൊക്കെ അതിജീവിക്കാൻ പാച്ചപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ സ്നേഹ ഷൈജൻ്റെ ലൈഫിൽ ഒരു ചെറിയ ഷോർട്ട് സ്പാനിൽ തന്നെ
കുറേ കാറ്റഗോറിക്കലായിട്ടുള്ള കുറേ ദുരന്തങ്ങൾ സംഭവിക്കും. അത് വലിയ വലിയ പ്രമാദമായ ചില പ്രയാസങ്ങൾ സംഭവിക്കും. അതിലൊന്ന്, ഇവളുടെ അമ്മായിയമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കും, വല്ലാത്ത ഭ്രാന്താണ്. പിന്നെ അവളുടെ ഭർത്താവ് ജയിലിലാകും. രണ്ട് കേസാണ്. നോക്കിയേ, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിന്ന് പോരാടണം കണ്ടില്ലേ? അമ്മായിയമ്മയ്ക്ക് ഭ്രാന്ത്, ഭർത്താവിന് ജയിലിൽ, എന്തോ കേസിൽ ജയിലിൽ. രണ്ട് കേസാണ് കേട്ടോ. മൂന്നാമത്തത് ഇവൾക്ക് ബ്ലീഡിങ്, നിർത്താത്ത ബ്ലീഡിങ്. നാലാമത്തത് ഇവരുടെ ജീവിത ചുറ്റുപാട്, ഭക്ഷണം കഴിച്ച് പോണത് 2 ടാക്സിക്കാറുണ്ട്. അതുകൊണ്ടാണ്, അത് ഡ്രൈവർമാർക്ക് ഓടിച്ചിട്ട് അതിൻ്റെ വാടക കൊണ്ടാണ് ജീവിച്ചു പോണത്. അതിലൊരു ഡ്രൈവർ രാത്രി വണ്ടി ഇടിച്ച് അപ്പം തന്നെ സ്പോട്ടിൽ മരിക്കും. അപ്പോൾ ഓക്കെ, ഇതെല്ലാം നോക്കേണ്ട ആൾ ഭർത്താവ് ജയിലിലാണ്. 2 മക്കളുണ്ട്. ഈ മക്കളെ ഈ ഭ്രാന്ത് പിടിച്ച അമ്മായിയമ്മ കടിക്കും, തല്ലും, കുഞ്ഞുങ്ങളെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൊന്നും കളയും. അപ്പോൾ അത്രയും നല്ല മാനസിക രോഗമാണ്. ഒന്ന് ചിന്തിച്ചേക്ക്, എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ ഒരു സ്നേഹ ഷൈദിനെ അനുഭവിക്കണത്. സ്നേഹ ഷൈദിൻ്റെ സാക്ഷ്യം നിങ്ങൾ രണ്ടാമത് പോയി കേൾക്കണം. എന്താ കേൾക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം, ഞാൻ എല്ലാ വാതിലുകളും മുട്ടി, എനിക്ക് കൃപാശ്രമം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു കോമഡിയാണ് തോന്നിയിരുന്നത് പണ്ട്. എന്താ കാര്യം, ഒത്തിരി ട്രോളൊക്കെ വന്ന കാരണം പിന്നെ പ്രാർത്ഥിച്ച ഇതിനൊക്കെ ഉത്തരം ഉണ്ടാകുമോ, പിന്നെ ഉപ്പ് കഴിച്ചെങ്കിൽ രോഗം മാറുമോ, പിന്നെ ഉടമ്പടി തൈലം തേച്ചെന്ന് പറഞ്ഞുകൊണ്ട് ക്യാൻസർ മാറുമോ, ഇത് പിന്നെ പത്രം കൊടുത്തു എന്ന് പറഞ്ഞ് ദൈവം ഇടപെടുമോ, ഇതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ തോന്നിയത്. അത് കാരണം ഞാൻ 4 കൊല്ലം മുമ്പ് എനിക്കൊരു പത്രം കിട്ടിയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല, ചുമ്മാ വീട്ടിൽ കൊണ്ടേ വെച്ചെന്നാണ് പറയണത്. ഒരു കൃപാസനം പത്രം നിങ്ങളുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ അത് ഒരു 1.5 ഇരിപ്പായിരിക്കും. അത് എപ്പോഴെങ്കിലും ഈ സംഭവം നിന്നെ സംരക്ഷിച്ചിരിക്കും. എന്താ കാര്യം വെച്ചാൽ, ദൈവം നിൻ്റെ വീട്ടിലോട്ട് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ദൂതനാണ്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും. പുറപ്പാട് 23:20 വാഗ്ദാനമാണ്. പറഞ്ഞ പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ക്ലിയർ അല്ലേ? ഇതാണ് കൃപാസനം പത്രം എന്ന് പറയുന്നത്. എന്താണ്? ഒന്നിനു വായിച്ച്. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. ഇത് വേറൊരു കോണ്ടസ്റ്റിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ വർത്തമാന കാലത്ത് പലരുടെയും അനുഭവമാണിത്. എന്താ കാര്യം അറിയാമോ? ഈ 4 കൊല്ലം മുമ്പ് സ്നേഹ ഷൈജൻ്റെ വീട്ടിൽ കൃപാസനം പത്രം കിട്ടിയതാണ്. അവൾക്കതിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് പത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നോർത്തുകൊണ്ട് അവളിത് കൊണ്ടുപോയി എവിടെയോ ചേടി വെച്ച്. പക്ഷേ പത്രം അവിടെ ഇരിപ്പുണ്ട്. കർത്താവിൻ്റെ ദൂതൻ അവിടെ ഇരിപ്പുണ്ട്. എന്ത് ചെയ്ത് 4 കൊല്ലം അടിക്കടി ഇതുപോലെ ദുരന്തങ്ങൾ, ഭർത്താവ് ജയിലിലാകുന്നു. അതായത് നമുക്കെപ്പോഴും ശ്രദ്ധിക്കണമെന്ന് അറിയാം മക്കളെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഈടറിവ് വരാൻ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവം രക്ഷപ്പെടാനുള്ള വഴികൾ, അതിൻ്റെ ഒരു ഷാഡോ നിന്നെ കാണിച്ചിരിക്കും. നിനക്കുള്ളൊരു കുഴപ്പം ഈ ദൈവത്തിൻ്റെ ഈ നോട്ടുകൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത തിരക്കായി പോണതാണ്. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ ഉണ്ടാകുന്നൊരു കുഴപ്പം അതാണ്. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ, പ്രാർത്ഥനയുടെ ലക്ഷ്യം ദൈവമല്ലേ. പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ ദൈവത്തെ ലക്ഷ്യമാക്കിയുള്ള ഒരു ജീവിതമല്ല. ചിലപ്പോൾ പാർട്ടി അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ അധികാരം അല്ലെങ്കിൽ സ്വന്തം തന്നെ മേൽക്കോയ്മ, ഇങ്ങനെയൊക്കെ ലക്ഷ്യമാക്കിയുള്ള ഈ അന്ധവേഗങ്ങളിലെ ദൈവത്തിൻ്റെ ഈ നിന്നെ കാണിക്കുന്ന നിന്നെ സൂചനകളെ കാണാൻ പറ്റാതെ വരും. ദൈവം നമ്മളെ സഹായിക്കാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്, ദൈവം അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വിവേചിക്കാൻ കഴിയണില്ല. കാര്യം ജനങ്ങൾക്കെല്ലാം വേണ്ടത് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും അരൂപിയാണ്. ആദിമസഭയിൽ ഉണ്ടായിരുന്നതാണ്. പിന്നീട് സഭയുടെ പ്രത്യേകമായ ഒരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ലെവലിൽ വന്നപ്പോൾ ദൈവജനത്തിൻ്റെ അടയാളങ്ങൾ, അവർക്കുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടു പോയി.
അപ്പോൾ എനിക്കൊക്കെ അതാണ് മനസ്സിലാകേണ്ടത്. ദൈവം ഇപ്പോൾ അതിന് ഉദാഹരണത്തിന് നിങ്ങൾ പുറപ്പാട് എഫേസ്യസ് 1:17 വായിച്ചേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. എഫേസോസ് 1:17. അപ്പോൾ എഫേസ്യസിലെ സഭയ്ക്ക് കോമൺ പീപ്പിളാണ്. എഫേസ്യസിലെ കോമൺ പീപ്പിളിന് പൗലോസ് അപ്പോസ്തലൻ മെത്രാൻ എഴുതുന്നതാണ്. എന്താ എഴുതുന്നത്? നമ്മുടെ കർത്താവായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ആദിമസഭയുടെ ഒരു സ്പിരിറ്റ് കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പീപ്പിളിനോട് പറയുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം? ദൈവം. ഒന്നിനു വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അപ്പൊ നമ്മളൊരു അനുഭവത്തിന്റെ ഒരു യാത്രയിലാണ്. നമുക്കെന്താ വേണ്ടത്? ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും നയിക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? അതിന് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും, ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിഷയം സംഭവിക്കുന്നതാണ് അറിവ്. എന്ത് സംഭവിക്കുന്നു അല്ലേ, അതാണ് അറിവ്. ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടി സംഭവിക്കുന്നു, അതാണ് ജ്ഞാനം. ഓരോ വിഷയത്തിനും ജ്ഞാനവും ഉണ്ട്. ആ രണ്ട് ഘടകങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് ജ്ഞാനമാണ് ശരിക്കും. അതായത് ഒരു ആധ്യാത്മിക നേതൃത്വം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ ആധ്യാത്മിക ഒരു നേതൃത്വത്തിലേക്ക് അനുഭവം കൊണ്ട് വളർന്നു വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടി നയിക്കാൻ പറ്റുന്ന കഴിവിലേക്ക് വരും. എനിക്കങ്ങനെയാണ് യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ തോന്നിയത്. അങ്ങനെയാണ്. ഇനിയുള്ള കാലങ്ങളിൽ ലേമൻ എംപവർ ചെയ്തിട്ട് അവർ തന്നെ അവരിലുള്ള ബലഹീനമുള്ളവരെ വചനം കൊണ്ട് നയിക്കാൻ പറ്റിയ ഒരു സഭ ഉണ്ടാകണം. ബെനഡിക്ട് മാർപ്പാപ്പ മരിക്കാൻ നേരത്തെ എന്താ പറഞ്ഞത്? സഭയെക്കുറിച്ച് ചോദിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ ചോദിച്ച് അങ്ങ് ഭാവി സഭയെക്കുറിച്ച് എന്താ പറയണത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വി വിൽ ഹാവ് എ ഷോർട്ടൺ ചർച്ച്. നമുക്ക് ഒരു ചെറിയൊരു സഭയുണ്ടാകാൻ പോകണം. സഭാ ചുരുക്കം എന്ന് പറയും. മനസ്സിലായില്ലേ? സഭ ഇപ്പോൾ മഴച്ചുരുക്കം ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രതിഭാസമാണ് സഭാ ചുരുക്കം. എന്നിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞ് രണ്ടാമതെല്ലാം തുടങ്ങുമെന്ന് പറഞ്ഞ്. രണ്ടാമത് തുടങ്ങുമ്പോൾ അപ്പോസ്തല വിശ്വാസത്തിലേക്ക് ഒരു വിശ്വാസത്തിൻ്റെ പുതിയ കാലം ഉണ്ടാകുമെന്ന്. സഭാ ചുരുക്കം സംഭവിച്ചതിന് ശേഷം നമുക്ക് പള്ളികളിലൊക്കെ, യൂറോപ്യൻ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ മനസ്സിലാകും ഈ സഭാ ചുരുക്കം സംഭവിച്ചുകൊണ്ടിരിക്കണ കാണാം. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിക്കണത്? ആ സഭാ ചുരുക്കം സംഭവിച്ചതിന് ശേഷം പുതിയൊരു സഭയുണ്ടാകും. ആ സഭ വിശ്വാസത്തിൽ അപ്പോസ്തല പാരമ്പര്യത്തെ അതിശയിപ്പിക്കുന്ന വിശ്വാസമാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.